ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് മൊത്തത്തിൽ ഓട്ടമായിരുന്നു. അന്നത്തെ ദിവസത്തിൻ്റെ അവസാന ഭാഗമാണ് ഈ കാണുന്നത്. വൈകിട്ട് എപ്പോഴോ ഒന്ന് വീട്ടിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കും എൻ്റെ കണ്ണുമണിക്ക് കൊടുത്തൊരു പ്രോമിസിൻ്റെ ബാക്കിയായിട്ടാണ് രാത്രി എനിക്ക് വന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റാൻ സമയം കിട്ടാതെ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കലേട്ടാ. വൈകിട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മ എനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരണം, കുറേ ദിവസം കൊണ്ട് പറയുകയാണ്, ഇന്ന് പ്രോമിസ് ആയിട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ പറയാതെ കൊടുത്തൊരു പ്രോമിസാണ് കേട്ടോ. അത് ഇത്രയ്ക്ക് കുരിശാവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ചെന്ന പാടെ അവൾ എന്നെ ഇങ്ങനെ വട്ടം തിരിയണുണ്ടായിരുന്നു ഈ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും കരുതി എന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് ചിക്കൻ ഇരുന്നതിന് ആദ്യം തന്നെ ഒന്ന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു കേട്ടോ, ക്യാരറ്റും ക്യാബേജും തക്കാളിയും കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു. അതിനെ ജസ്റ്റ് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേവിച്ച ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടൊമാറ്റോ കെച്ചപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഹോം മെയ്ഡ് തന്നെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ മയോണൈസാണ് കേട്ടോ. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഫില്ലിങ് ഇങ്ങനെ കുറച്ച് എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്തത്. ഇനി ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആകെ ഒരു 5-6 ബ്രെഡ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു ബ്രെഡിനെ വേണം കട്ട് ചെയ്തെടുത്ത് ഇവർക്ക് വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്തെന്ന് പറഞ്ഞ് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല വീഡിയോ ഓണായി കിടക്കണത്. അപ്പോൾ എന്തായാലും പിന്നെ പാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഈ ബ്രെഡ് വെച്ചു, ഫില്ലിങ്സ് വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബ്രെഡ് വെച്ചിട്ട് സ്ലൈസ് ചെയ്യണം കേട്ടോ. കുറുകെ സ്ലൈസ് ചെയ്ത് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിലാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ട് സൈഡും അതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ കുറച്ച് ബ്രെഡ് മാത്രം ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് മിച്ചം ഫില്ലിങ് വന്നതിനെ ചപ്പാത്തിയിൽ വെച്ച് റോൾ ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കെട്ടിയവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കണ്ണൂസിന് ഇഷ്ടപ്പെട്ടു.